ഞാൻ വീണു. ഗോവയിലായാലും മൂന്നാറായാലും നമുക്ക് കോട്ട് വിട്ടൊരു കളിയില്ല. എന്തേ ഒരു കിറ്റ് നിറയെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഇങ്ങനെ പോണേ എനിക്കറിയാൻ പാടില്ല. ശരി 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 ബൈ ബൈ. അപ്പൊ നമ്മള് മമ്മിക്ക് തലവേദനയാണ് വന്നപ്പോ തൊട്ട്. അപ്പൊ നമ്മളിപ്പോ ഗോവ എത്തി, റൂമിൽ കയറി ഫ്രഷായി. അപ്പൊ ഇന്ന് നമുക്ക് ആക്ച്വലി ഒരു ഫ്രീ ഡേ ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവാം. ഇവർ ഐറ്റിനറി പ്ലാൻ ചെയ്തിട്ടില്ല. സോ ഇപ്പൊ നമ്മൾ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആൻഡ് ദെൻ ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യണം. തലേന്ന് നമ്മൾ ഫുള്ള് ട്രെയിനിലായിരുന്നല്ലോ. അപ്പോൾ ഫുള്ള് കുറച്ച് ടയേർഡാണ്. ഉറക്കമൊന്നും നേരെ ശരിയായിട്ടില്ല. അപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് നമുക്ക് ഇവിടെ നിന്നല്ല, ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമാണ് നമുക്ക് ഇവിടെ റൂമിൽ നിന്ന് ഈ ഹോട്ടലിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ലഞ്ച് നമുക്ക് പുറത്തുനിന്നാണ് കഴിക്കാനുള്ളത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേനും നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തെ ഒരാൾ ഒന്ന് ഹായ് കാണിക്കുന്നു. ഹായ്, തൻ്റെ ആരാ? പുതിയ താമസക്കാരാ? കുറച്ച് പഴയതാണോ? ഞാൻ ഉറങ്ങട്ടെ. ബൈ ബൈ. അങ്ങനെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റു. അപ്പോൾ ചേട്ടൻ ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എന്താ ചേട്ടാ വാങ്ങിയ? എന്താ വാങ്ങിച്ചേ? ബിരിയാണി. ഓക്കെ, ഹൈദരാബാദി ബിരിയാണി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ബിരിയാണി കാണുമ്പോൾ തന്നെ അല്ലേ? ഞാൻ നോക്കിക്കൊണ്ടിരുന്ന കണക്ക് തന്നെ. ഓക്കെ, ടേസ്റ്റ് കുഴപ്പമില്ല, ഇത്രയും ചന്തം മതി. ടേസ്റ്റ് കൊള്ളാം. ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. ആക്ച്വലി ഇവിടെ മഴയുടെ ചെറിയൊരു കോളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യോ ഇല്ലേ എന്നുള്ള കാര്യം ഡൗട്ട്ഫുള്ളാണ്. ചിലപ്പോൾ പെയ്തേക്കാം. ഞാൻ പറഞ്ഞ കണക്ക് ഇന്ന് നമ്മൾ ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ബീച്ചസ് അതൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഔട്ട്ഫിറ്റ്. ചേച്ചി വാ. ഓക്കെ, ലെറ്റ്സ് ഗോ. വണ്ടി കൊണ്ടുപോയാല് ഗോവ വളരെ നല്ലൊരു സ്ഥലമാണ്. ഞാനൊരു തൊപ്പി മേടിച്ചു. എവിടെ പോയാലും ഒരു തൊപ്പി അത് നിർബന്ധമായിരിക്കണം ഇപ്പൊ. ഗൈസ്, ഗോവയിലായാലും മൂന്നാറായാലും നമുക്ക് കോട്ട് വിട്ടൊരു കളിയില്ല. നമ്മൾ എവിടെ പോകണോ അവിടെയൊക്കെ മഴയുണ്ട്. വാട്ട് ഡു? എന്തായാലും നമ്മളൊന്ന് അറിഞ്ഞ് മുൻകരുതലേ നമ്മൾ കോട്ടൊക്കെ വീട്ടിൽ കൊണ്ടാണ് വന്നേ. സോ നമ്മൾ രക്ഷപ്പെട്ടു. മഴ പെയ്യുന്നുണ്ട്. അമ്മയുടെ കൂടെ അച്ഛൻ ഡാൻസ് കളിക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ വിഷമമൊക്കെ മാറ്റി കൊടുത്ത് പാവല്ലേ. അതെ അതെ. ഇങ്ങനെ പോണേ എനിക്കറിയാൻ പാടില്ല. ഗോ വിത്ത് വൈറ്റ്, എല്ലാത്തിനൂടെയും പെയർ ചെയ്യാം. തിരിച്ചിപ്പോൾ റൂമിലെത്തി. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകണം. ഇവിടെ അപ്പോൾ 9 മണി മുതലാണ് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കഴിക്കണം.
9 to 10 ഇവിടുത്തെ ഡിന്നർ ടൈം. പക്ഷേ ഇപ്പോൾ നമ്മളൊരു 8 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ ഓൾറെഡി ഡിന്നർ ആയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. സോ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ഈ തൊപ്പിയുണ്ടോ? ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാ. എവിടെ പോയാലും ഒരു തൊപ്പി വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കേസ്. യെസ്, അപ്പം നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് കാണാം അല്ലേ? ഡിന്നർ കഴിക്കാം. ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ഇൻ ഗോവയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണിട്ട് ഫ്രഷായി. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ സൈറ്റ് സീയിങ് ഉണ്ട്, ബീച്ചസ് ഉണ്ട് കാണാനായിട്ട്. സോ നമ്മൾ ഫ്രഷായി. ഇനി നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാക്സി ഡ്രൈവർ നമ്മൾ പിക്ക് ചെയ്യാൻ വരും. എന്നിട്ട് നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകും. ഇതാ റൂം ലോക്ക് ചെയ്ത് ഇറങ്ങുവാണ്. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. ഇതാണ് നമ്മുടെ ലഞ്ച് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കണമെങ്കിൽ 0.5 ഇടാം. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അഗോഡ ഫോർട്ടിലാണ്. ഇവിടെ ഫോർട്ട് മാത്രമല്ലേ ഉള്ളൂ? ഒരു ഫോർട്ട് മാത്രമാണ് കാണാനുള്ളത്. അപ്പം എന്തായാലും നമുക്ക് കാണാം. ഇതാരത്? ഇതാണ് ഗോവൻ വൈബ് കേട്ടോ. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരുടെ കൾച്ചറുമായിട്ട് കൂടി ചേരണം, ഇഴുകി ചേരണം. അങ്ങനെ ഇഴുകി ചേരണം. ഇന്നലെ ഞാനായിരുന്നു ഇഴുകിയത്. ഒരു തൊപ്പിയെ വാങ്ങിച്ചോളൂ. ഇന്നലെ അവൾ ഇഴുകിയോണ്ട് ഞാൻ ഇഴുകാന്ന് കരുതി. യെസ്, വെട്ടുകല്ലേ അച്ഛാ? പണ്ടത്തെ കോട്ട. ഒരു വ്യൂ കാണാനുള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത്. I didn't expect this. ഗൈസ്, ഞാൻ വീണു. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഒരു ആഹ്ലാദം. അത് മാത്രം വീഡിയോയിൽ കിട്ടിയില്ല. ആ ഒരു ക്ലിപ്പ് കിട്ടിയിരുന്നെങ്കിലേ എന്ത് റീച്ച് പോവാറിയാമോ ഇവളുടെ വീഡിയോ. എന്റെ കൈ തല്ലി, എന്റെ ഫോണിന്റെ പോയി കുറച്ച് ചതഞ്ഞ്. ഞാൻ പറയായിരുന്നു, നീ ഒരിക്കൽ കൂടെ ഒന്ന് അഭിനയിച്ചു തരുമോ, ഞാൻ വീഡിയോ എടുത്തു തരാം. വീണു കേസ് ഞാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലോവർ അഗോഡ ഫോർട്ടിലാണ്. ഈ കാണുന്നതാണ് ലോവർ അഗോഡ ഫോർട്ട്. ഇവിടെ നിന്നൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഈ ബീച്ചിന്റെ പേരെന്താ? സിങ്ക്യൂരിയം അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതാണ് ബീച്ച്, ഇതാണ് നമ്മുടെ ഫോർട്ട്. നമ്മളിപ്പോ എവിടെയാണുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി. കണ്ടോളിം ബീച്ച്. കണ്ടോളിം ബീച്ചിലാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് കണ്ടോളിം എന്ന് പറയുമ്പോഴാണ് തോന്നിയത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ടോളിം ബീച്ചിലാണ്. മമ്മിയെ കണ്ടോ? മമ്മി കുഞ്ഞു കുട്ടിയായിട്ടുണ്ടല്ലേ മമ്മിക്ക് 20 വയസ്സ്. കിട്ടിയാ? Again I got it. Hi. പാത്രം വയ്ക്കാൻ പറ്റുമൊന്നുമില്ല. വേവാത്തണക്ക് റൈസ്. നമ്മളിപ്പോ ബാഗാ ബീച്ചിലാണ് ഇരിക്കണേ. തലവേദനിക്കുന്നത് ഫുള്ള് വെയിലടിച്ചിട്ട്. നമുക്കിന്ന് ഫുള്ള് ബീച്ചസ് ആയിരുന്നു, കുറേ ബീച്ചസ്. അപ്പോൾ എല്ലായിടത്തും പോയി വെയിലടിച്ച് എനിക്കും തലവേദന, അമ്മയ്ക്കും തലവേദന, എല്ലാവർക്കും തലവേദന. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു തണലത്ത് ഒതുങ്ങിയങ്ങിരിക്കുന്നു.
വെള്ളം, കടൽ, അത്ര തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ബാഗ ബീച്ച്. പിന്നെ ഈ ബീച്ച് കുറച്ചുകൂടെ വലുതാണ്, നമുക്ക് ഇറങ്ങി കളിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. പക്ഷെ ഈ വെയിൽ കാരണം നമുക്ക് ഇറങ്ങി കളിക്കാനൊന്നും പറ്റുന്നില്ല, തലവേദനയും ഉണ്ട്. ഒരു കാര്യം കാണിച്ചിരാം ഗൈസ്. ഈ സൈഡിലെന്താ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ട് മറച്ചു വെച്ചേക്കുന്ന സാധനം. അതിലൊട്ട് ഓട്ടയില്ല, സേഫ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത്രയെങ്കിലും അടിക്കത്തില്ലല്ലോ. ബുദ്ധി സമ്മതിക്കണം. ഇപ്പോൾ റൂമെത്തി. ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 3-3:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആക്ച്വലി നിയറസ്റ്റ് ഒരു ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കരുതി ഈ ഉച്ചയ്ക്ക് അവിടെ പോയിട്ട് വീണ്ടും വെയിൽ കൊള്ളുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്കൊന്ന് ഇവിടെ എത്തി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഈവനിങ് ഒന്ന് ഇറങ്ങാമെന്നാണ്. ഈവനിങ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഡിന്നറും കൂടെ കഴിഞ്ഞിട്ട് നൈറ്റ് ഇറങ്ങാനാണ് പ്ലാൻ. നൈറ്റ് ഇറങ്ങലേ ഇനി മിക്കവാറും നടക്കത്തുള്ളൂ, കാരണം അപ്പോൾ നമുക്ക് ഈ ഗോവയുടെ നൈറ്റ് ലൈഫ് കൂടെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ നമുക്കിനി റെസ്റ്റ് എടുത്തിട്ട് കാണാം. ഓക്കെ, ബൈ. എഴുന്നേറ്റപ്പോൾ ഭയങ്കര വിശപ്പ്. ലെറ്റ്സ് ഈറ്റ് സം മുറുക്ക്. അയ്യോ, മുറുക്കിനകത്ത് നിന്റെ മുഖം സൂപ്പർ. അപ്പോൾ നമ്മളിത് കുറച്ച് റെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഫ്രഷായി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ് താഴത്തെ. ഇനി ഇവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ഒന്ന് പുറത്തോട്ട് പോകും. എ വാക്ക് ത്രൂ ഗോവൻ സ്ട്രീറ്റ്. ഇവിടെ സൈഡിൽ ഫുൾ ഷോപ്സ് ആണ്, 2 സൈഡിലും ഫുൾ ഷോപ്സ് ആണ്. കൂടുതലും ഡ്രസ്സസ്, പിന്നെ ഹാൻഡ് മെയ്ഡ് ജുവൽസ് ഉണ്ടല്ലോ അതിൻ്റെ ഷോപ്സ്. ഭയങ്കര ഭംഗിയുണ്ട് ചില ഷോപ്സൊക്കെ കാണാനായിട്ട്. പിന്നെ ടാറ്റു സ്റ്റുഡിയോസ്, ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ളത്. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഒരു വോക്കിന് ഇറങ്ങിയതാണ്. ഓക്കെ, അല്ല നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് KFCയിലോട്ടാണ്. നമുക്ക് ബാക്കി ഫുഡൊന്നും കഴിച്ചാൽ അങ്ങോട്ട് കഴിച്ചു, നൂഡിൽസും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. എന്നാലും അമ്മയ്ക്ക് കുറച്ചുകൂടി ഇഷ്ടം KFC ആണ്. സോ അഹങ്കാരം കണ്ടോ, റോഡിന്ന് പോലും മാറാണ്ട് കയറി നിൽക്കുവാണ്. എങ്ങനത്തെ വേണം, അല്ലാതെ എമൗണ്ട് എഴുതിയില്ല അതൊക്കെ വേണം ഒന്ന് കൺഫേം ചെയ്യണേ. എടാ ഒരു തന്തൂരി. दो टी, एक ब्लैक टी, 2 ब्लैक. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗോവയിലെ Day 3 ആണ്. ദ ലാസ്റ്റ് ഡേ. ഇന്നാണ് നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്നത്. നമുക്ക് നൈറ്റ് 9:30 അല്ലേ, 9:30ക്കാണ് ട്രെയിന്. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി റൂം വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് സൗത്ത് ഗോവ കാണാനാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫുള്ള് നോർത്ത് ഗോവയാണ് കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് KFC. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് KFC കാണാനല്ല, ഇന്ന് നമ്മൾ പോകുന്നത് സൗത്ത് ഗോവ കാണാനാണ്. ഇവിടെ ഫുള്ള് ഈ ഷെൽസ് ആണ് കേട്ടാ. നമ്മൾ ഇതിനു മുമ്പ് ഈ ബീച്ചസിൽ പോയപ്പോഴൊന്നും നമുക്ക് ഇത്രയും ഷെൽസ് ഒന്നും നമ്മൾ കണ്ടില്ലായിരുന്നു. ഇവിടെ ഫുള്ള് പല കളറിൽ. ചേച്ചി പിങ്ക് പോൺ ഫുൾ ഷെൽസ് ആണ് പൊന്നു. ഞങ്ങളിപ്പോ മിറാമർ ബീച്ചിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഫുൾ ഷെൽസ് ആണ് ഇവിടെ. ഞാനിപ്പോ നിങ്ങൾക്ക് ഈ സീഷോർ ഒന്ന് കാണിച്ചു തരാവേ. ഫുൾ വെറൈറ്റി ഡിസൈൻസിൽ ഷെൽസ് ആണ്. എനിക്ക് ആക്ച്വലി നമുക്കിതൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള സാധനമാണല്ലോ. അപ്പൊ എനിക്ക് കണ്ടിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല, എനിക്കിത് കളക്ട് ചെയ്ത് നിർത്താൻ തോന്നുന്നില്ല. ഞങ്ങൾ പറക്കി നിൽക്കുവാണ്. ഗോൾഡ് കളർ എടി നമ്മുടെ കിറ്റ് കാണിച്ചെടുക്ക് പോന്നു. ഒരു കിറ്റ് ഭാഗം വെച്ച കിറ്റാണ് ഇപ്പൊ ഏകദേശം നിറഞ്ഞു. വേറെ കിറ്റ് എടുക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിപ്പോ ഭയങ്കര അടിപൊളി ഇട്ടോ കാണാനായിട്ട്. ഇത് ക്രൈസ് ഉള്ളവർക്കാണെങ്കിൽ ഇവിടുന്ന് പോവാൻ തോന്നത്തില്ല. ആക്ച്വലി
ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഇത് പിറക്കി നിർത്താൻ തോന്നുന്നില്ല. അതിനും മാത്രമുള്ളതേ ഒരു കിറ്റ് നിറയെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. സത്യത്തിൽ ഇതിന്റെ അടുത്ത് ക്രൈസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ ബീച്ച്. അടിപൊളിയാണ് കാണാനായിട്ട്. ക്വൈറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഒരു സൈഡാണെങ്കിൽ നോക്കുമ്പോഴത്തേനും ഗ്രീനറി ആണ്, മറ്റേ സൈഡ് ഫുള്ള് കടല്, ഇതുപോലത്തെ ഷെൽസ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഗോവ വരുവാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ബീച്ച് മിസ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മുടെ ബാഗ ബീച്ചിനെ പോലെയോ ബാക്കിയുള്ള ഒരു ബീച്ചിന്റെ ഒരു വൈബ് അല്ല ഇത്, അല്ലേ? ഒരു ഡിഫറെന്റ് വൈബ്, ഗ്രീനറി പ്ലസ് ഒരു നിങ്ങൾക്ക് ഒരു സീ ഷോർ ആ ഒരു വൈബൊക്കെ കിട്ടുന്ന ഒരു പ്ലേസ് ആണ്. യെസ്, മൊത്തം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്തായാലും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സൈഡാണെങ്കിൽ നമുക്ക് ഫുൾ ഒരു സീ വൈബാണ്. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേ അത് ഫുള്ളൊരു ഗ്രീനറി വൈബ്. ആ സൈഡും അങ്ങനെ തന്നെയാണ് ഒരു ഗ്രീനറി വൈബ് ഉള്ളത്. ഇത് കാണുമ്പോൾ ശരിക്കും എനിക്ക് നമ്മുടെ ആലപ്പി ബീച്ചൊക്കെയാണ് അതിനെയാണ് റിസംബിൾ ചെയ്യുന്നത്. അതുപോലെ തോന്നുന്നുണ്ട് എനിക്ക്. അവിടെ ഫുള്ള് നല്ല മരവും അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുക്കാൻ അവിടെ അടിപൊളിയായിരിക്കും നമുക്ക്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സീ സൈഡിലുള്ള ഫോട്ടോസും എടുക്കാം, ഒരു ഗ്രീനറി ഫോറസ്റ്റ് വൈബിലുള്ള ഒരു ഫോട്ടോസും എടുക്കാം കേട്ടോ. നമ്മളങ്ങനെ കുറെ ശങ്കൊക്കെ പറക്കി ഇപ്പൊ നമ്മള് വരാൻ തോന്നിയില്ല ആക്ച്വലി. അതെ, ഇപ്പൊ നമ്മള് എവിടെയാ? ഡോണ പൗള വ്യൂ പോയിന്റിലാണ് വന്നേക്കുന്നത്. ഇതൊരു വ്യൂ പോയിന്റ് ആണ് ആക്ച്വലി. നമുക്ക് കുറച്ച് ഹൈറ്റിൽ ഇവിടെ കയറാൻ പറ്റും. നമ്മുടെ കോവളമൊക്കെ പോലെ കുറച്ച് ഹൈറ്റിൽ കയറാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് ബീച്ച് തന്നെയാണ്. ഒരു ബീച്ചിന്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. കുറെ നല്ല ഹൈറ്റിൽ. അതെ, നല്ലൊരു വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഷിപ്പ് യാർഡൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയണേ. ലെറ്റ്സ് സീ. കാണുന്നതാണ് ഗോവൻ ഷിപ്പ് യാർഡ്. കണ്ടോ? ഈ ഒരു വ്യൂ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഈ ഒരു ബൊഗെയിൻ വില്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര രസമുണ്ടത് അല്ലേ? ഇതെനിക്ക് ഇഷ്ടമായി. ഞങ്ങൾക്കോ ലസി അല്ലേ? ഇന്നത്തെ സ്പെഷ്യൽസ്. നടട്ടെ ലുക്ക് നടത്തിറക്ക്. ആദ്യം ബിരിയാണി കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. ബിരിയാണി നമുക്കുള്ള ഫിഷ് താലി കഴിഞ്ഞു. സാമ്പാറുണ്ട്, പായസം, രസം, ഇവിടെ അവിയൽ പോലെ തോരൻ പോലെ എന്തോ, പിന്നെ ഒരു ബീഫ് കറി, കിച്ചടിയാണെന്ന് തോന്നുന്നു, പിന്നെ തോരൻ. നൈറ്റ് കഴിക്കാനും ഫുഡ് വാങ്ങിയിട്ടുണ്ട്, ട്രെയിനിലിരുന്ന് കഴിക്കാൻ. എന്താണ് പറയാനുള്ളത്? എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഒരു ആഹ്ലാദം. അല്ല സത്യമായിട്ടെ, വേറെ സന്തോഷമൊന്നുമല്ല. ഫുഡ് റോളർ കോസ്റ്റർ. വണ്ടർലയിൽ വരുന്ന ചെറിയൊരു അനുഭവം നമുക്കുണ്ട്. റോളർ കോസ്റ്റർ ആണ്. അപ്പോ 3 ദിവസത്തിന് യാത്രയിലാണ്. ഇന്നാണ് 3 ഫുഡ് നമ്മള് ട്രെയിനില് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ആക്ച്വലി 2 ദിവസം തായതേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 മാസമായ പോലെയാണല്ലോ. നമുക്ക് നല്ല ഫുഡ് കിട്ടാണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് ഫീൽ ചെയ്യാം. ഇവിടുത്തെ ഫുഡിനെ കുറ്റം പറയുന്നതല്ല ഞങ്ങള്. അതിപ്പോ അവർക്കാണെങ്കിലും നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാല് അവർക്കും അവരുടെ ഫുഡാണല്ലോ, അവർ കഴിച്ചു വരുന്ന ഫുഡാണല്ലോ അല്ലെ? ആർക്കാണെങ്കിലും അതാണ് ഞങ്ങൾ കൂടുതലും കഴിച്ചത്. പക്ഷെ അതും ഒലിവ് ഓയിൽ എന്തോ കുക്ക് ചെയ്തതാണ്. ആർക്കാണെങ്കിലും അവരവരുടെ ഫുഡാണ് സ്വർഗം. എന്നെ സംബന്ധിച്ച് എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ് വെറൈറ്റി. നമുക്കാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. മനസ്സിനൊരു ഫുള്ളൊരു സാറ്റിസ്ഫാക്ഷനോടെ നമ്മൾ കഴിക്കില്ല. നല്ലൊരു അടിപൊളി കിഴി ബിരിയാണി കഴിച്ചു, നല്ലൊരു അടിപൊളി മീൽസ് വിത്ത് ഫിഷ് ഫ്രൈ, പായസം ഒക്കെ കഴിച്ചതിന്റെ ഒരു അതിന്റെ ഒരു ആഹ്ലാദം അത് വേറെ തന്നെയാണ്. അമ്മയുടെ മുഖം ഇന്നാണ് തെളിഞ്ഞത്. അതെ, അമ്മയുടെ മുഖം ഇന്നാണ്. അമ്മയുടെ അമ്മ ഫുഡ് കിട്ടാൻ അമ്മ ഇങ്ങനെ അമ്മ ഇങ്ങനെ കഴിക്കുക, ഒരു വികാരം ഇല്ലാത്ത പോലെയാണ് കഴിക്കുക. ഫസ്റ്റ് എക്സ്പ്രഷൻ അത് പിന്നീട് കഴിച്ചു തുടങ്ങുമ്പോഴാണ് വികാരമില്ല. ഫസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ. അച്ഛൻ പിന്നെ കിട്ടിയാലും കഴിക്കും. അങ്ങനെ ഇന്ന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇന്ന് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഒരു ഷോപ്പിംഗ് ഏരിയ, ഒരു
പഞ്ചും മാർക്കറ്റോ അല്ലെ അതോ പനാജി മാർക്കറ്റോ സംതിങ് എന്തോ ഒരു മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. പക്ഷെ പുറത്ത് അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. ഒരു ഷോപ്പ് ഫുള്ള് വളകളാണ്. ഇത് വളകളുടെ ബാംഗിൾ ഷോപ്പ് തന്നെയാണ് കേട്ടോ. സ്റ്റോർ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഫുള്ള് നല്ല ഭംഗിയുള്ള വളകളാണ്. കണ്ടിട്ട് എല്ലാം കൂടി എടുത്തോണ്ട് ഓടാൻ തോന്നുന്നു. നല്ല കളേഴ്സ്, ഒരുപാട് കളർ സെലക്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഫ്ലവർ ഏരിയ ആണ്. ഈ മാർക്കറ്റിലെ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ആണ്. ലുക്ക്, ഇതാണ് ഇവിടുത്തെ മുല്ലപ്പൂ. നോക്കി, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. ഇതിന്റെ പൂവ് കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടാ. അതിനിടയിൽ അവരെ കാണാനില്ല. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഒരു ഫ്രണ്ട് വ്യൂ കേട്ടോ, ഈ ചർച്ചിന്റെ. ആക്ച്വലി നമ്മളെ അവർ ചർച്ചിലോട്ട് കയറ്റില്ല. കാരണം എന്നെ കയറ്റുമായിരുന്നു. ഇവിടെ കയറ്റുമായിരുന്നു. സ്ലീവ്ലെസ് ഷോർട്ട് ഡ്രസ്സ് അങ്ങനെയൊന്നും. ഷോർട്ട് ഡ്രസ്സ് പിന്നെ അവർ അലോ ചെയ്യും, പക്ഷെ സ്ലീവ്ലെസ് ഒന്നും അവർ അലോ ചെയ്യത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഷോൾ അല്ലെങ്കിൽ ഷർട്ട് എന്തെങ്കിലും നമ്മൾ പുറത്തുകൂടി ഇട്ടിട്ട് അവർ നമ്മളെ കയറ്റത്തുള്ളൂ. സോ നമ്മൾ വിചാരിച്ചു കയറണ്ട, എന്നാൽ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കയറണ്ട. നമ്മൾ ഓൾറെഡി എല്ലാം ബാഗ് പെട്ടി എല്ലാം പാക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഇനി എന്തെങ്കിലുമൊക്കെ വലിച്ചെടുക്കാനൊക്കെ പാടാണ്. സോ ഞങ്ങൾ വിചാരിച്ചു കയറണ്ട, നമുക്ക് പുറത്തുനിന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോവാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സമയം ഇപ്പം എത്രയടി? 5:30. നമുക്ക് എത്ര മണിക്കാണ് ട്രെയിന്? 9:30. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ. ഇനി നമ്മൾ എത്ര നേരം ഇവിടെ ഇരിക്കണം? ഈ 9:30 ട്രെയിന് വരില്ല. ഇപ്പൊ തന്നെ അത് അരമണിക്കൂർ ലേറ്റ്. ഈ അരമണിക്കൂർ 1 മണിക്കൂർ ആവാം, 1 മണിക്കൂർ 2 മണിക്കൂർ ആവാം. ഇങ്ങനെ പോകും. എന്താണ് നേരത്തെ വരുന്ന ചരിത്രം ഇല്ലല്ലോ. ഞങ്ങളിതാ എന്താണ് തിവിൻ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഇരിപ്പ് തുടരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വരാം. സലാം. ഗോവയെ കുറിച്ച് 2 വാക്ക് പറയൂ. ഗോവയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗോവ വളരെ നല്ലൊരു സ്ഥലമാണ്. നോർത്ത് അല്ലേ? ഇന്നലെ നോർത്ത്. ഓക്കെ, നമ്മൾ ആക്ച്വലി 2 days നോർത്ത് ഗോവയിലും ഇന്നിപ്പോ സൗത്ത് ഗോവയും ആയിരുന്നു. 2 days നോർത്ത് ഗോവ എന്ന് പറയാൻ നമ്മുടെ പാക്കേജിൽ ഫസ്റ്റ് ഡേ നമുക്ക് ഫ്രീഡം ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതായത് നമുക്ക് എവിടെ വേണോ പോവാം ഫസ്റ്റ്. അപ്പൊ നമ്മള് സ്റ്റേ വന്നിട്ട് നോർത്ത് ഗോവയിലായിരുന്നു. അപ്പൊ അതിനടുത്ത് തന്നെ ഒരു നല്ലൊരു ബീച്ചിന്റെ പേര് എല്ലാം പോയിട്ടോ. എന്താ ബീച്ചിന്റെ പേര്? എന്തായാലും ഒരു ബീച്ച് ഉണ്ടായിരുന്നു. കല്ലിങ്കല ബജാജല്ല, അത് വേറെ എന്തോ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബീച്ചിൽ പോയി അവിടെയൊക്കെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അല്ലേ, നമ്മൾ പോയെടുത്ത് വെച്ചിട്ട് ആ ഒരു ഏരിയയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ്. അതിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അഫോർഡബിൾ ഷോപ്പിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത് ആ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ അത്യാവശ്യം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ കറങ്ങി നടന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഫുൾ അങ്ങനെ പോയി. സെക്കൻഡ് ഡേ ആണ് നോർത്ത് ഗോവ നമുക്ക് സൈറ്റ് സീയിങ്ങിന് വന്നത്. അതും നമ്മളൊരു 3-4 ബീച്ചസ് ആണ് അല്ലേ? ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു. ചിലപ്പോ നമുക്ക് ചുറ്റും ബീച്ചല്ലേ, കോവളം ബീച്ച്, വിഴിഞ്ഞം ബീച്ച്, വേളി, ശംഖുമുഖം, അത്രയും ബീച്ചസ് ആയിരുന്നു. നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. മറ്റേ നമുക്കിപ്പോ നമ്മൾ മലേഷ്യ പോയപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ചുറ്റിലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ചുറ്റിലും ബീച്ച് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പിന്നെ ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഗോവ. നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ എനിക്ക് ആക്ച്വലി കുറെ കൂടെ ഇഷ്ടമായത് സൗത്ത് ഗോവയാണ്. അത് പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്നത് സൗത്ത് ഗോവയിൽ ഒന്നുമില്ല, നോർത്ത് ഗോവയാണ് അടിപൊളി. സൗത്ത് ഗോവ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, അതെന്തായാലും നിങ്ങൾ ഇതിന് മുൻപ് ഈ വീഡിയോയിൽ നിങ്ങളല്ലേ കാണുന്നുണ്ടാവോ സൗത്ത് ഗോവ മത്തങ്ങ പോലെ ഇരിക്കുന്നത്? അത് മത്തങ്ങയാണല്ലോ, കുഴപ്പമില്ല. കുമ്പളങ്ങ പോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ട്രൈപോഡ് ഇല്ല, ഗസ്റ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കയ്യിൽ വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താണ് സൗത്ത് ഗോവ ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്താ? മെർമെയ്ഡ് ബീച്ചോ? അല്ലല്ല, മിസാര സബീസോ, മതാലസയോ, ഞാൻ എന്താണ് എഴുതി കാണിക്കുക താഴെ? ആ ബീച്ച്, ഈ ബീച്ച് താഴെ എഴുതി കാണിക്കുന്നത്
ഷെൽസ് പൊളി എന്ന് വെച്ചാൽ എല്ലാവർക്കും അടിപൊളിയാവും നമുക്കറിയില്ല. പക്ഷെ നമുക്കെന്ന് പറയുമ്പോഴത്തേനും പ്രത്യേകിച്ച് എനിക്കെന്ന് പറയുമ്പോഴത്തേനും ഈ ക്രിയേറ്റീവ് സംഭവങ്ങൾ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഫുൾ ഓഫ് ഷെൽസ്, അതും പല വെറൈറ്റീസ്, പല നിറത്തിൽ, പല ഡിസൈനിൽ. അങ്ങനെ ഇന്നലെയൊക്കെ ഞങ്ങൾ ആക്ച്വലി ബീച്ചിൽ ഇങ്ങനെ തപ്പി പറക്കി നടക്കുവായിരുന്നു. ഇവളൊരു വഴിക്ക് ഞാനൊരു വഴിക്ക് ഒരു വഴിക്ക് മണലിന്റെ ഇങ്ങനെ കളക്ട് ചെയ്യുമായിരുന്നു. കളക്ട് ചെയ്തപ്പോ അത് ചെറുതാ നമുക്ക് കിട്ടി. അതും എല്ലാം ഇങ്ങനെ പോണേ എനിക്കറിയാൻ പാടില്ല. അതും എല്ലാം ഒരേപോലത്തെ ഷെൽസ്, ഒരേ ഡിസൈനിൽ, അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല. ഇന്ന് ആക്ച്വലി എടുത്തിട്ട് മതിയാവുന്നില്ല. വെറൈറ്റി ഷെൽസ്, കളേഴ്സ്. ഒരു കവർ അത് നിറഞ്ഞു. അപ്പത്തേനും നമ്മള് അയ്യോ നോക്കരുത് നിലത്തോട്ട്. അതെ, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടും, പിന്നെ വാരിപ്പറക്കി എടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അത് അച്ഛനാണെങ്കിൽ പെറുക്കി കാരണം ഇപ്പൊ നമ്മള് അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിലും ഇവക്കാണ് ഏറ്റവും കൂടുതൽ, എങ്കിലും നമുക്കും അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അതെ, അതുകൊണ്ട് പെറുക്കി കൊണ്ടുവന്നോണ്ടിരിക്കുക. അവിടെ നമ്മൾ പറയാം അച്ഛാ ഇനി വേണ്ട ഇനി കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാതിരി കവർ ഫുള്ള് നിറഞ്ഞു. അതും സ്റ്റോൺസ്. അതെ, ഞങ്ങൾ 5 പേരും കൂടെ ഓടി കടപ്പുറം മൊത്തം ഓടി നടന്ന് പിറക്കലായിരുന്നു. സത്യം പറഞ്ഞിട്ടല്ലോ, ഇത് ഫുള്ളിങ്ങനെ മണലില് പൊതിഞ്ഞ കിടക്കുക എന്ന് വെച്ചാൽ അതിന്റെ ഡിസൈനുള്ള ഫുള്ളി നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫുള്ള് നല്ലോണം കഴുകണം, കഴുകി ഉണക്കിയെടുക്കണം. അതെ, കാരണം ഇത് ഫുള്ള് മണ്ണിന്റെ അടിയിലൊക്കെ കിടക്കില്ലേ. ഇത് എല്ലാം ഞാനത് ഷോർട്സ് ആയിട്ട്, ഞാൻ ഷെൽസിന്റെ മാത്രം ഒരു ഷോർട്സ് ആയിട്ട് ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാം. കടയിൽ ഇങ്ങനെ സെയിലിന് വെച്ചിരിക്കുന്ന ഷെൽസ് ഒക്കെ നമ്മൾ പല കളേഴ്സ് ഒക്കെ കാണും. പക്ഷെ ഇത്ര ലൈവായിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഗോവയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാ, ഷെൽ ഹണ്ടിങ് ആണ്. നമുക്ക് അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. നമ്മുടെ പാക്കേജും കാര്യങ്ങളും എല്ലാം സഞ്ചാരി ഗ്രാൻഡ് ആയിരുന്നു. 3500 പാക്കേജ് എടുത്തിട്ടാണ് ഞങ്ങൾ ആക്ച്വലി വന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജ് ആണ് കേട്ടോ. നമുക്കിപ്പോ ഫാമിലി ആയിട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ്. അപ്പോൾ ഒരു 4-5 പേരായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് മാക്സിമം നമ്മൾ ആരാണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടല്ലേ നമ്മൾ പോവാൻ നോക്കത്തുള്ളൂ. നമുക്ക് സ്ഥലം കാണുകയും വേണം, എക്സ്പ്ലോർ ചെയ്യാൻ വേണം. അധികം ഭയങ്കര പൈസ ഇത്രയും പേര് വരുമ്പോഴത്തേക്ക് ചിലവാക്കാനും. അപ്പോൾ നമ്മളെല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്സ് ആയിരിക്കും നോക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. അങ്ങനെ ഞങ്ങൾ സഞ്ചാരി ഗ്രാൻഡിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. നല്ല അടിപൊളി പാക്കേജ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അതേപോലെ നമ്മുടെ സൈഡ് സീയിങ്, നമുക്ക് ക്യാബ് വേണമെങ്കിൽ ക്യാബ്, ബൈക്ക് വേണമെങ്കിൽ ബൈക്കെല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഒരു ടൂർ മാനേജർ ഉണ്ട് നമുക്ക്. ദെൻ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇഷ്ടമായോ നിനക്ക് ഗോവ? സത്യം പറഞ്ഞാൽ ഗോവ കൂടുതൽ ഇഷ്ടമായത്. അല്ല, ഗോവ ഈസ് ആക്ച്വലി, ഞാൻ പറയും, നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഗോവ വേറൊരു വൈബാണ്. നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വരികയാണെങ്കിൽ ഗോവ വേറൊരു വൈബാണ്. ഫ്രണ്ട്സ് ആയിട്ട് വരികയാണെങ്കിൽ വേറെ തന്നെ ഒരു വൈബാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗോവയിൽ വന്നിട്ടില്ലാത്തവർ 3500 രൂപയ്ക്ക് ഉള്ളൂ. സ്ഥലം കണ്ടിരിക്കാമല്ലോ അല്ലേ. ഗോവ സ്ഥലം കാണുക എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യാനുള്ള ഓരോരോ നാടിന് ഓരോരോ പൾസാണ്. അവിടുത്തെ പീപ്പിൾസിന് ഓരോരോ പൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതെ, 3500 നമ്മൾ എന്തിനൊക്കെ, നമ്മൾ 2 ഡ്രസ്സ് എടുത്താൽ തന്നെ ആവും 3500 അല്ലേ ഈ ഒരു ഇതിലൊക്കെ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടിയുള്ള കുറച്ച് ഷോപ്പിങ്ങിന് മലർ ചില്ലറ നമ്മുടെ ചിലവുകൾക്ക് വേണ്ടിയുള്ള ഒരു പോക്കറ്റ് മണി കാര്യം. പൊന്ന് മക്കളെ, ബഡ്ജറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടില് കോവളത്തും വർക്കലയിലൊക്കെ ഇത് സെയിം സാധനം നമുക്ക് അടുക്കാൻ പറ്റത്തില്ല എന്ന് ചോദിക്കും. അവിടെ ഒരു 350-400 രൂപയ്ക്ക് കിട്ടുന്ന 400 അല്ല, ഇവിടെ ഒരു 50 രൂപയ്ക്ക് കിട്ടുന്ന മാല നമ്മുടെ അവിടെ കോവളത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 രൂപ മിനിമം. നമ്മുടെ കോവളം സൈഡ് ടൂറിസ്റ്റേഴ്സ് ഒക്കെ വരുന്ന സൈഡ് ഉണ്ടല്ലോ, കാരണം ഞാൻ അവിടെ നമ്മളും ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് ആ ഒരു ഇതാണ് മൈൻഡിൽ, നല്ല റേറ്റ് ആവും ഷെൽസിന്റെ ഒക്കെ അല്ലേ. കാരണം കോവളത്തൊക്കെ കാരണം ഞാൻ അവിടെ ഷോപ്പിങ്ങിന് കയറിയിട്ടുണ്ട് കോവളത്ത് ഷോപ്പിൽ. അപ്പോൾ ജസ്റ്റ് ഒരു ആംഗ്ലറ്റിന് ഞാൻ എടുത്തപ്പം 200 ആയിരുന്നു ഷെൽസിന്റെ ഒരു ആംഗ്ലറ്റിന്. നമ്മൾ ഇന്നലെ ഷെൽസിന്റെ മാലയൊക്കെ നോക്കിയപ്പോൾ ഇവിടെ 50 രൂപ 100 രൂപ. ഈ ഒരു ആംഗ്ലറ്റ് ഇട്ടിട്ടുണ്ട്, അത് 50 രൂപയാണ് അതിന്റെ റേറ്റ്. 30 രൂപയ്ക്കും ഉണ്ട്, 30 രൂപയ്ക്കും ഉണ്ട്. എന്താ സംഭവം എനിക്ക് തോന്നുന്നു ഇവിടെ ഇവർക്ക് ഷെൽസ് ഒക്കെ കുറച്ചുകൂടി ഈസിലി അവൈലബിൾ ആണ്.
കോവളത്ത് imported അങ്ങനെയല്ല. ആയിരിക്കും. അവിടെ ഇവിടെ ഇവന്മാർ കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം റേറ്റിന് ആ ഒരു ഡിഫറൻസ് ആയിരുന്നു അല്ലേ. ഗേൾസിനാണെങ്കിലും ഷോപ്പ് ചെയ്യാനൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇരിക്കാൻ നമുക്ക് പിന്നെ ക്രേസ് ഉള്ളവർക്കാണെങ്കിൽ കേട്ടോ ഇമാതിരി സാധനങ്ങളൊന്നും ഇടാത്തവരാണെങ്കിൽ എന്നുവെച്ചാൽ കൂടുതൽ അറിയാലോ ആ ഒരു ബീച്ച് വെയർ അങ്ങനത്തെ ഒരു സംഭവങ്ങളാണുള്ളത്. ഇതിൽ ക്രേസ് ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാം. എന്താ കളക്ഷൻ ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണെങ്കിൽ അത് കളക്ട് ചെയ്തൊക്കെ വെക്കാം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ്. നമുക്ക് കയറി കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെടുക്കണം ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം എന്നൊക്കെ ആയിരിക്കും. ഇന്നലെ തന്നെ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് ഏകദേശം 2-3 മണിക്കൂർ നിന്നെന്ന് തോന്നുന്നല്ലേ. അത്രയും നിന്നു. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി വലിയ ഷോപ്പൊന്നും അല്ല കേട്ടോ, കുഞ്ഞു ഷോപ്പ്. അതിനകത്ത് നമ്മളിങ്ങനെ 100 വട്ടം ഇങ്ങനെ കറങ്ങത്തില്ലേ. താഴെ തൊട്ട് മേളിൽ വരെ അവരിങ്ങനെ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. 30 രൂപ, അവിടെ 50 രൂപയുടെയും 100 രൂപയുടെ. ഒരു സൈഡ് 50, ഒരു സൈഡ് 100. ഇത് ഒരു സൈഡ് ഇവിടെ എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് അച്ഛൻ മക്കളെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു. പക്ഷെ സത്യ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പോക്കറ്റ് കാലിയാവുമെങ്കിലും മെമ്മറീസ് കൊണ്ട് നമ്മുടെ ഹാർട്ട് ഫുള്ളാവും അല്ലേ. കൈയും മനസ്സും ഒക്കെ. സീരിയസ്ലി ഞാൻ ഇപ്പം എൻ്റെ മനസ്സറിഞ്ഞിട്ട പോലെ ഇൻസ്റ്റഗ്രാമിൽ വന്ന റീലാണ്. ട്രിപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പോക്കറ്റ് മണി ചിലപ്പോൾ കുറയുമായിരിക്കും, പക്ഷെ നമ്മുടെ ഹാർട്ട് അത് നമ്മുടെ ഹാർട്ട് ഫുൾ ഓഫ് മെമ്മറീസ് ആയിരിക്കും. ഈ വീഡിയോ തന്നെ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഗോവൻ വീഡിയോ എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും 1 മണിക്കൂറായിരിക്കും അല്ലേ. 5 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കുറ്റിയടിച്ചിരിക്കേണ്ടതാണ്. കുറേ നേരമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എന്തായാലും നമുക്ക് സംസാരിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ അങ്ങ് സംസാരിച്ചോളാം. ചൂടോടെ വീട്ടിലെത്തിയിട്ടല്ലേ സംസാരിക്കാൻ നിൽക്കണ്ടേ. ആവോളം സമയമുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ചൂടോടെ അങ്ങ് ഒരു എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതാണ്. ഇതിൽ എത്രത്തോളം കട്ടായി പോവും, എത്രത്തോളം നിങ്ങളിലോട്ട് എത്തും എന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇനി മേ ബി ഇതിൽ കുറച്ചുകൂടി ഉണ്ടാവാം. എന്താ നമ്മൾ തിരിച്ച് വീടെത്തുന്ന വരെയുള്ള കണ്ടന്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ മൂഡ് പോലെ ഇരിക്കും, എൻ്റെ ഫോണിലെ ചാർജ് പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിലപ്പോൾ ഇതിന്റെ ബാക്കി തന്നെ കാണും. ശരി, ബൈ. ബൈ.